ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തുവിടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബ്ലൂ സ്കൈ ബൈ സോന എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് വീഡിയോ എന്നല്ല, ഷോർട്സ് നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ടെങ്കിലും അത്ര വലിയ റീച്ചൊന്നുമില്ല, അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് നമുക്കില്ല. ഒരു 132 എന്തോ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ ഫോർ മീ ഇറ്റ്സ് എ ബിഗ് കൗണ്ട്. സോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു ചെറിയ ഇൻട്രോ വീഡിയോ ആണ്. ഇതിൽ തന്നെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ആക്കാൻ പോകുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇതുവരെ ഓൺ വോയിസ് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഫേസ് കാണിച്ചൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അത് സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ടാണ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു സ്മോൾ ക്രാഫ്റ്ററാണ്. ബ്ലൂ സ്കൈ ഗിഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. അത്രയധികം ഫോളോവേഴ്സൊന്നും ഉള്ള പേജല്ല എങ്കിൽ പോലും അത്യാവശ്യം ഓർഡറൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ കിട്ടിപ്പോകുന്നു. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 3.5 years ആയി. കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഓർഡർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മുടെ പേജിൽ ഒരുപാട് പ്രൈസ് വരുന്ന ഐറ്റംസ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത്. കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വൈഫിന് ഹസ്ബൻഡിന് വൈഫിന്, അങ്ങനെ ബോയ് ഫ്രണ്ട്സ്, അതുപോലെ ബർത്ത്ഡേ, ആനിവേഴ്സറി, വാലൻറ്റൈൻസ് ഡേ, എല്ലാ രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു സിംഗിൾ ഓൺടർപ്രണറാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും അങ്ങനെ അധികാരമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ് കുറവ് എനിക്കുണ്ട്. കാരണം സ്റ്റാർട്ടിങ് മുതലേ വീഡിയോസ് ഒത്തിരി ചെയ്യണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഐഫോൺ പോലത്തെ ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നോർമൽ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടും ഇത് എടുത്തു തരാൻ പോലും ആരില്ലാത്തത് കൊണ്ടിട്ടും അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഒത്തിരി ഈ വീഡിയോസിലുണ്ടാവും. അത് ക്ലാരിറ്റി ആയിക്കോട്ടെ, അല്ലാതെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ഒത്തിരി പോരായ്മകളുണ്ടാവും. പക്ഷെ പയ്യെ അത് മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ നാളായിട്ട് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യണം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്താൽ ശരിയാവുമോ, നമ്മൾ ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഇത്രയും നാളും ഇത് ചെയ്യാതെ വെച്ചിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസായിട്ടും പോസ്റ്റായിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും പൊതുവേ ഞാൻ എൻ്റെ വോയിസ് ഓവർ ഇടയ്ക്കും തലക്കും മാത്രം വീഡിയോയിൽ കാണുന്നുണ്ടാവുള്ളൂ. കൂടുതലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് മാത്രം വീഡിയോസും റീൽസൊക്കെ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അധികം എന്നെ കാണിക്കാനായിട്ട് അത്ര ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് കാണിച്ചുകൂടാ എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൂ സ്കൈ ബൈ സോണ എന്നുള്ള യൂട്യൂബ് ചാനലായാലും ബ്ലൂ സ്കൈ ഗിഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജായാലും കംപ്ലീറ്റ്ലി ക്രാഫ്റ്റ് വർക്ക്സ് അപ്ലോഡ് ചെയ്യുന്ന, അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പേജായിരിക്കും. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം അതിനകത്ത് ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോന എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ജനിച്ചതും ഇപ്പോൾ വളരുന്നതും. ഇനിയും ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റാണ്. പ്ലസ് കുറച്ചധികം നാളായിട്ട് ഈ ഒരു കുഞ്ഞു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കുഞ്ഞായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാമാണ്. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലും ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം, ഇതിലൂടെ നമുക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ഇത് നമ്മൾ വിൽക്കും, അത് ആൾക്കാർ വാങ്ങിക്കും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടല്ല ചെയ്തത്. ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടു, അങ്ങനെ ഓർഡർ വന്നു, ആദ്യത്തെ ഓർഡർ വന്നു, അങ്ങനെ പയ്യെ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. നമ്മുടെ പേജിൽ ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഹാമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രെയിംസ് ആയിക്കോട്ടെ, പോളറോയിഡ്സ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സിൻ്റെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കുറേ സെലിബ്രിറ്റീസിനൊക്കെ വീഡിയോസ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു മോർണിംഗ് വർക്ക് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സൺഡേ മോർണിംഗിൽ ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ കുറച്ച് പോർഷൻ ആയിട്ട് ഞാൻ കാണിക്കാം. ഈ വീഡിയോ അത്ര ലെങ്തി ഒന്നും ആയിരിക്കില്ല. കാരണം എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുത്തരാൻ ആരുമില്ല. ഫോണിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അത്ര ക്വാളിറ്റിയുള്ള വീഡിയോ ഒന്നും നിങ്ങൾ ആദ്യം തന്നെ നിന്ന് പ്രതീക്ഷിക്കരുത്. പയ്യെ നമുക്ക് ക്വാളിറ്റിയൊക്കെ സെറ്റാക്കി വരാം. സോ ഇത് കാണുമോ, മുഴുവൻ നിങ്ങൾ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല.
എന്നാൽ കണ്ടാൽ എനിക്ക് ഒത്തിരി സന്തോഷമാവും. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് നിങ്ങളുടെ ലൗഡ് വൺസിന് കൊടുക്കണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഉള്ള നമ്പറിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റിലൂടെയോ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ മാക്സിമം എല്ലാവർക്കും തന്നെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൺഡേയിലെ വർക്ക്. ഇതൊരു ഹാമ്പർ വർക്കായിരുന്നു, വെഡ്ഡിങ് ഹാമ്പർ ആയിരുന്നു. ഇതിനകത്ത് കസ്റ്റമർ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സും വാച്ചും അതേപോലെ ഫ്രെയിമും കാർഡും ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ കസ്റ്റമൈസേഷൻ ആയിരുന്നു. പേസ്റ്റൽ കളറുള്ള നെറ്റ് വെച്ച് റാപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മളത് റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത് വന്നില്ല, ഒരു എടുപ്പുണ്ടായിരുന്നില്ല ഈ ഒരു ഹാമ്പറിന്. അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഉള്ളിൽ റെഡ് വെച്ചും പുറത്ത് പേസ്റ്റൽ കളർ വെച്ചും സെറ്റ് ചെയ്തെങ്കിലും ആ ഒരു ഭംഗി വന്നില്ല. ഫൈനലി നമ്മളെല്ലാം മാറ്റി കംപ്ലീറ്റ്ലി റെഡാക്കി നമ്മൾ വെച്ചു. ആദ്യം നമ്മൾ ജസ്റ്റ് മാരിയുടെ ഉള്ളിലാണ് വെച്ചത്, പിന്നെ അത് കാണാത്തതുകൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഫൈനലി കസ്റ്റമർ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രീൻ വെച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ റെഡ് വെച്ചിട്ടുള്ളതാണോ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക. കസ്റ്റമർ വേണ്ട കളർ ഇതായിരുന്നില്ലെങ്കിൽ പോലും ഫൈനലി ഔട്ട്കം വന്നപ്പോഴേക്കും ഈ കളറായിരുന്നു ഏറ്റവും ഭംഗി. സോ ബെസ്റ്റ് ആയിട്ടുള്ളത് കസ്റ്റമർ ചൂസ് ചെയ്തു. കസ്റ്റമർ എടുത്ത പിക്കാട്ടോ. കസ്റ്റമർ ഒത്തിരി ഇഷ്ടമായി ഒരു വർക്ക്. കസ്റ്റമർ അവരുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പിക്കും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ഫോർ നൗ.